നമസ്കാരം. അറിവിൻ്റെ സാഗരങ്ങൾ താണ്ടി ജീവിതത്തിൻ്റെ അഗ്നിപരീക്ഷണങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത് അംഗീകാരത്തിൻ്റെ കൊടുമുടികൾ കീഴടക്കി ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾക്ക് പ്രചോദനമായി തീർന്ന മാതാവിന് തൊഴുകൈയോടെ പ്രണാമം. മറ്റുള്ളവർക്ക് പ്രകാശമാകുവാൻ സ്വയം കത്തിത്തീർന്ന അവിടുത്തെ മുമ്പിൽ 100 ദീപങ്ങൾ കത്തിച്ച് ഹൃദയപൂർവ്വം ഈ കലോപഹാരം സമർപ്പിക്കട്ടെ. രണ്ടാം മുഖം. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ശാന്തി ശാന്തി ശാന്തി. ആയിരം ദീപാഞ്ജലി, ആയിരം സ്നേഹാഞ്ജലി. മാഡം ക്യൂറി, മാഡം ക്യൂറി. ആകാശവാണി, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്. ഇന്ന് ഓഗസ്റ്റ് 6, ഹിരോഷിമ ദിനം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ മരിച്ചുപോയ ലക്ഷക്കണക്കിന് ആളുകൾക്കായി ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. മൊബൈൽ വൈറസ് വ്യാപകമാകുന്നു. മൊബൈലിന്റെ പ്രവർത്തനം ഇല്ലാതാക്കുന്ന ഒരു പ്രത്യേക വൈറസ് പ്രചരിക്കുന്നുണ്ട്. സന്ദേശങ്ങൾ കൈമാറിയാൽ മൊബൈലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നതാണ് ഈ പുതിയ വൈറസ്. കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകൾ പ്രഖ്യാപിച്ചു. സൈലൻസ് പ്ലീസ്. കുട്ടികളെ, തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സയന്റിസ്റ്റ് ഗാലറിയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. കുട്ടികളെ, ശാസ്ത്രത്തിൻ്റെ സംഭാവനകളെ വിസ്മരിച്ച് ഇന്ന് നമുക്കൊരു ജീവിതം അസാധ്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈല്, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ടെലിവിഷൻ, മിക്സി, ഗ്രൈൻഡർ, ഫ്രിഡ്ജ് തുടങ്ങി പേനയും പെൻസിലും, എന്തിന് ടൂത്ത് ബ്രഷ് പോലും ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ്. ഇത് തോമസ് ആൽവ എഡിസൺ, ബൾബ് ഉൾപ്പെടെ 1300 കണ്ടുപിടുത്തങ്ങളുടെ അവകാശി. ഇത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ടെലിഫോൺ എന്ന ഒറ്റ കണ്ടുപിടുത്തം മതി എന്നും ഇദ്ദേഹത്തെ ഓർക്കാൻ. ഇത് മേരി ക്യൂറി, റേഡിയം, പൊളോണിയം എന്ന കണ്ടുപിടുത്തങ്ങളിലൂടെ നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്നു. ഇത് ആൽബർട്ട് ഐൻസ്റ്റൈൻ. അറിയാം, ആറ്റം ബോംബിന് കാരണമായ E=mc² എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ശാസ്ത്രത്തിന്
നന്മയുടെ മുഖം മാത്രമല്ല, അതിന് മറ്റൊരു മുഖം കൂടിയില്ലേ മാഡം? തിന്മയുടെ, ദുരന്തങ്ങളുടെ, വിനാശത്തിൻ്റെ, അങ്ങനെ. അല്പം മുമ്പ് കേട്ടില്ലേ, വൈറസ്, അതും ശാസ്ത്രത്തിന്റെ സന്തതിയല്ലേ? റിവോൾവറ്, ഡൈനാമിറ്റ്, സർവ്വസംഹാരിയായ ആറ്റം ബോംബ്, ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ സംഭാവനകളല്ലേ മാഡം? ശാസ്ത്രത്തിൻ്റെയും ശാസ്ത്രജ്ഞരുടെയും സംഭാവനകൾ നല്ലത് മാത്രമാണോ ടീച്ചറെ? കുട്ടികളെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. നിങ്ങളുടെ സംശയത്തിന് ഞാൻ നൽകുന്ന മറുപടി രണ്ടുപേരുടെ ജീവിതവും പ്രവർത്തനങ്ങളുമാണ്. ഒരാൾ മേരി, മറ്റേയാൾ ജോസഫ്. മേരി പോളണ്ടിൻ്റെ ഓമനപുത്രി, ഫ്രാൻസിൻ്റെ വളർത്തുപുത്രി. മേരിയെ നമ്മളെല്ലാം അറിയുന്നത് മേരി ക്യൂറി എന്ന പേരിലാണ്. 150 വർഷങ്ങൾക്ക് മുൻപ് പോളണ്ട് എന്ന കൊച്ചു രാജ്യത്തിൽ സ്ലോവോസ്കിയുടെയും ബ്രോണിസ്ലവയുടെയും 5ാമത്തെ കുട്ടിയായി മേരി ജനിച്ചു. എല്ലാ കുട്ടികൾക്കും ഉള്ളതുപോലെ അവൾക്കും ഉണ്ടായിരുന്നു ഒരു ചെല്ലപ്പേര്. എന്താണെന്നോ? ഓടരുത്, വീഴും. പതുക്കെ വന്ന അച്ഛനൊരു സമ്മാനം തരാം. മന്യയുടെ 8ാം വയസ്സിൽ മൂത്ത ചേച്ചി പനി പിടിച്ച് മരിച്ചു. അധികം വൈകാതെ അമ്മയും. ഇക്കാലത്ത് പോളണ്ട് ക്രൂരനും ഏകാധിപതിയുമായ റഷ്യൻ സർ ചക്രവർത്തിയുടെ ഭരണത്തിൻ കീഴിലായിരുന്നു. പോളണ്ട് എന്ന രാജ്യവും വികാരവും ഇല്ലാതാക്കണം. അതിനായി പോളിഷ് ഭാഷ സംസാരിക്കുന്നത് പോലും നിരോധിച്ചു. മക്കളെ, പോളിഷ് ഭാഷയിൽ ക്ലാസുകളെടുത്തു എന്ന കുറ്റം ചുമത്തി സർ ചക്രവർത്തിയുടെ അനുയായികൾ അച്ഛനെ ശിക്ഷിച്ചിരിക്കുകയാണ്. പഠിക്കാനായി നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന അച്ഛൻ്റെ സമ്പാദ്യമെല്ലാം പോയി. സാരമില്ലച്ച, പണം മാത്രം നൽകുന്ന ഒരു അച്ഛനെയല്ല ഞങ്ങൾക്ക് വേണ്ടത്. സ്നേഹവും ഭാഷയും സംസ്കാരവും ഒക്കെ പഠിപ്പിച്ചെന്ന ഗുരുവാണങ്ങ്. മോളെ. അതെ അച്ഛാ, ഞങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ തന്ന ദൈവമാണങ്ങ്. മക്കളെ, പോളിഷ് ഭാഷയിൽ നിങ്ങൾക്ക് ഞാൻ ശാസ്ത്രം പഠിപ്പിക്കാം. ശാസ്ത്രത്തിൻ്റെ പിതാവായ ആർക്കമിഡീസ് വെറും കണ്ണാടി ഉപയോഗിച്ച് ശത്രുരാജ്യത്തിൻ്റെ യുദ്ധക്കപ്പലുകൾ കത്തിച്ച കഥ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ നന്നായി പഠിക്കണം, സ്വർണ്ണ മെഡലോടെ മുന്നേറണം. അച്ഛൻ നോക്കിക്കോളൂ, സ്വർണ്ണ മെഡലോടെ തന്നെ ഞങ്ങൾ പഠിച്ചു മുന്നേറും. നമ്മുടെ പോളണ്ടിന്റെ പേര് ലോകമെമ്പാടും ഞാൻ അറിയിക്കും. ശരിക്കും ഫാഷന്റെ പർദീസ.
രാവിലെ കൊച്ചു ഗ്രാമത്തിൽ കേട്ടതിനേക്കാൾ എത്രയോ സുന്ദരവും അത്ഭുതവുമാണിവിടെ. പക്ഷേ ഞാൻ ഈ സൗന്ദര്യത്തിൻ്റെ മുഖംമൂടിയിലൊന്നും പെടില്ല. എൻ്റെ ലക്ഷ്യം പഠനമാണ്. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല. ഈ പർദീസയിൽ പോലും സ്ത്രീകൾ പഠിക്കാനോ ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാനോ താല്പര്യം കാണിക്കുന്നില്ലല്ലോ എന്നതാണ്. പക്ഷേ എനിക്കുറപ്പാണ്, ഞാൻ സ്വർണ്ണ മെഡലോടെ മുന്നേറും. പോളണ്ടിലെ സമർത്ഥരായ അധ്യാപക ദമ്പതികളുടെ മകളാണ് ഞാൻ. അവരുടെ പേര് ഞാൻ ഉറപ്പായും നിലനിർത്തും. കൂട്ടുകാരികളുടെ ക്യാപ്പിന്റെ ഡിസൈനും അണിയുന്ന ഗൗണുകളുടെ ഫാഷനും കൂടെ ചുറ്റിക്കറങ്ങുന്ന ബോയ് ഫ്രണ്ട്സിന്റെ സൗന്ദര്യവുമൊക്കെ മാത്രം ചർച്ച ചെയ്യുന്ന ഈ പാരീസിൽ ശാസ്ത്ര പുസ്തകങ്ങളുമായി സദാ ഈ യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ കാണുന്നുണ്ടല്ലോ ഈ യുവതിയെ. എന്താണ് ഈ പുസ്തകം? ഗലീലിയോ ഗലീലി എന്ന ശാസ്ത്രജ്ഞന്റെ ജീവചരിത്രം. ഓ, ആട്ട സുഹൃത്തെ, എന്താണ് താങ്കളുടെ പേര്? ഞാൻ മേരി സ്ക്ലോഡോസ്ക, ഒരു പോളിഷ് യുവതി. ഫിസിക്സിലും ഗണിതത്തിലും MSc എടുത്തിട്ടുണ്ട്. ഗുഡ്. ഞാൻ പിയറെ ക്യൂറി, ശാസ്ത്രജ്ഞനാണ്. ചെറിയ വൈദ്യുതി പ്രവാഹം പോലും തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഇലക്ട്രോമീറ്റർ എന്ന ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ, ഇറ്റ്സ് വെരി നൈസ് ടു മീറ്റ് യു സർ. ശരി ശരി. ആ, ഗവേഷണം തന്നെയാണ് എൻ്റെയും ലക്ഷ്യം. പക്ഷേ സമ്പത്ത് വട്ടപ്പൂജ്യമാണ് കേട്ടോ. ഇത്രയും നാൾ ഒരു വീട്ടിൽ ഗവേണേഴ്സായി ജോലി നോക്കി. വീട്ടിലെ ജോലി തിരക്കിനിടയിലും ഞാൻ പഠിപ്പിക്കുമായിരുന്നു. ഉറങ്ങാൻ അനുവദിക്കുന്ന സമയം ആരും കാണാതെ പഠിക്കുമായിരുന്നു. അങ്ങനെ സമ്പാദിച്ച പണമാ ഇന്നിവിടെ നിൽക്കാൻ കാരണം. ആഹാ, ശാസ്ത്രം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി. പഠിക്കുവാൻ വേണ്ടി വീട്ടുജോലിക്കാരിയായി ജോലി നോക്കുക. നിന്റെ മനസ്സിലൊരു ഉറച്ച ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പറയൂ സുഹൃത്തേ, എങ്ങനെയാണ് ഞാൻ നിന്നെ സഹായിക്കേണ്ടത്? വിവിധതരം ഉരുക്കുകളും അവയുടെ കാന്തിക സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പറയൂ. മതിയായ ഉപകരണങ്ങളുള്ള ലാബ് എനിക്ക് കണ്ടെത്താനായില്ല. ഉപകരണങ്ങളെല്ലാം എൻ്റെ കൈവശമുണ്ട്. പക്ഷേ അതൊരു സ്റ്റോർ റൂമാണ്. വൃത്തിയാക്കിയെടുക്കാൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും മേരി. ഞാനത് സന്തോഷത്തോടെ ചെയ്യും സാർ. ശരി, എങ്കിൽ വരൂ. പദാർത്ഥത്തിന്റെ താപനിലയും അതിന്റെ കാന്തിക സ്വഭാവവുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. എന്താണ് അങ്ങയുടെ നിഗമനം? തീർച്ചയായും ബന്ധമുണ്ട്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ താപനില വർദ്ധിക്കുമ്പോൾ അതിന്റെ കാന്തിക സ്വഭാവം കുറയും. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള എൻ്റെ പഠനം പൂർത്തിയായിട്ടില്ല കേട്ടോ. ഗവേഷണം തുടങ്ങിയിട്ട് പൂർത്തിയാക്കാത്തത് ശരിയല്ല. വരൂ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. കാന്തിക ഗുണം തീരെയില്ലാത്ത പദാർത്ഥങ്ങളിൽ താപവ്യതിയാനം ഒരു മാറ്റവും വരുത്തുന്നില്ല. എന്നാൽ ഇരുമ്പ് പോലുള്ള പദാർത്ഥങ്ങളിൽ വ്യതിയാനം ശക്തവുമാണ്. ഇതിൽ നിന്നും മേരിയുടെ പ്രോജക്റ്റിന് ആവശ്യമുള്ളത് എടുത്തോളൂ. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി എൻ്റെ പ്രോജക്റ്റ് സമർപ്പിക്കാൻ സാധിക്കും. ഗുരുനാഥനെ പോലെ എന്നെ പഠിപ്പിക്കുകയും സുഹൃത്തിനെ പോലെ സഹായിക്കുകയും ചെയ്തതിന് അങ്ങയ്ക്ക് 1000 നന്ദി. താങ്ക് യു. ഞാൻ പോളണ്ടിലേക്ക് മടങ്ങുന്നു. അച്ഛനെ കാണണം. എന്നിട്ട് എത്രയും വേഗം മടങ്ങി വന്ന് ഗവേഷണം തുടരണം. മടങ്ങി വരുമ്പോൾ ഗുരുവായ എനിക്കെന്ത് കൊണ്ടുവരും? നല്ല മധുരപലഹാരം. സുഹൃത്തായ എനിക്കോ ഒരു സൗഹൃദ സമ്മാനം? ആലോചിക്കട്ടെ. മേരി, മടങ്ങി വരുമ്പോൾ ഞാനൊരു സമ്മാനം പ്രതീക്ഷിക്കട്ടെ? ഒരു
ഒരു വിവാഹമോതിരം. പക്ഷേ എൻ്റെ പഠനം, ഗവേഷണം... നോക്ക്, നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനൊപ്പം ഉണ്ടാകും, ജീവിത അവസാനം വരെയും. പ്രോമിസ്. പിയർ. ഇതുപോലൊരു ജീവിത പങ്കാളിയെ കിട്ടില്ലെന്ന് അവർക്ക് പരസ്പരം മനസ്സിലായി. അവർ വിവാഹിതരായി. കാലത്തിനൊപ്പം ശാസ്ത്രലോകവും വളർന്നുകൊണ്ടേയിരുന്നു. ഈ കാലത്തെ പ്രധാന കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് എക്സ്റേ. വില്യം ഗെ റോൺഗൺ എന്ന ജർമ്മൻകാരൻ്റെ അമൂല്യ കണ്ടുപിടുത്തം. സുഹൃത്തേ, ഇന്നലെ ഒരു മഹാത്ഭുതം ഞാൻ കണ്ടുപിടിച്ചു. എന്താണത്? ചെകുത്താന്റെ കൈ. ചെകുത്താന്റെ കൈയോ? ശാസ്ത്രജ്ഞനായ താങ്കൾക്ക് ചെകുത്താനിൽ വിശ്വാസമുണ്ടോ? ഇല്ല. പക്ഷേ കാതോട് രശ്മികൾ പ്രവഹിക്കുമ്പോൾ അടുത്തുള്ള ബേരിയം പ്ലാറ്റിനോ സയനൈഡ് പ്ലേറ്റ് തിളങ്ങുന്നതായി കണ്ടു. സാധാരണ വെളിച്ചത്തിന് മുമ്പിൽ ഒരു കട്ടിയുള്ള കടലാസ് വെച്ചാൽ പ്രകാശകിരണങ്ങൾ അതുവഴി കടക്കുകയില്ലല്ലോ. ഇല്ല. എന്നാൽ കാതോട് കിരണങ്ങൾ പേപ്പറിനിടയിൽ കൂടി സഞ്ചരിച്ച് ബേരിയം പ്ലേറ്റിൻ്റെ തിളക്കം നിലനിർത്തുന്നു. പേപ്പറിന് പകരം പല വസ്തുക്കളും വെച്ച് നോക്കി, ഫലം അത് തന്നെ. ഇടയ്ക്കെൻ്റെ കൈ വെച്ച് നോക്കി. ഹോ, മാംസമില്ലാതെ കൈയുടെ എല്ലുകൾ മാത്രം കാണാം. ഓ, പരീക്ഷണങ്ങൾക്കിടെ താങ്കളൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. നോ, ഞാൻ സ്വപ്നം കണ്ടതൊന്നുമല്ല. വേണമെങ്കിൽ താങ്കൾക്ക് പരീക്ഷിച്ച് നോക്കാം. അയ്യോ അയ്യോ, എന്റെ കൈ, എന്റെ കൈ! കുഴപ്പമൊന്നുമില്ലല്ലോ. റോൺഗൺ, താങ്കളുടെ കണ്ടുപിടുത്തം അപാരം തന്നെ. എല്ലുകൾ കൊടിവോ ചതവോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഈ കിരണങ്ങൾ സഹായിക്കും. ആട്ടെ, ഇതിനെന്ത് പേരിടാനാണ് താങ്കൾ തീരുമാനിച്ചിരിക്കുന്നത്? തൽക്കാലം ഇതിനെ എക്സ് എന്ന് വിളിക്കാം. ഗണിതത്തിൽ ഉത്തരം കിട്ടാത്തതിന് പലതിനെയും നമ്മൾ അങ്ങനെയാണല്ലോ വിളിച്ചു തുടങ്ങുന്നത്. മനസ്സിലായില്ല. അതായത് മൊത്തം കുട്ടികളുടെ എണ്ണം എക്സ് എന്നിരിക്കട്ടെ. അതുപോലെ ഇതിൻ്റെ പേരും തൽക്കാലം എക്സ് എന്നിരിക്കട്ടെ. റേ എന്നാൽ രശ്മി, സോ എക്സ് റേ. എക്സ്റേ കൊള്ളാം. റോൺഗൺ റേസ് എന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത്. പക്ഷേ വേണ്ട, എക്സ്റേ അത് കൊള്ളാം. ഏതൊരു സാധാരണക്കാരൻ്റെ ചുണ്ടിലും എപ്പോഴും നിലനിൽക്കും ഈ പേര്, എക്സ്റേ. ലോകത്തിലെ ആദ്യ നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ കണ്ടുപിടുത്തമായിരുന്നു അത്. ഇതേ സമയം ഫ്രാൻസിൽ ഹെൻറി ബെക്കറൽ മറ്റൊരു കണ്ടുപിടുത്തം നടത്തി. എക്സ്റേ ഒരു അത്ഭുത കണ്ടുപിടുത്തം തന്നെ. വസ്തുക്കളിലൂടെ തുളച്ചു കയറുന്ന അത്ഭുത രശ്മി. ഇതുപോലൊന്ന് കണ്ടുപിടിക്കാൻ എനിക്കായില്ലല്ലോ. എക്സ്റേ. പണ്ട് അച്ഛനൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നപ്പം യുറേനിയം ലവണത്തിൽ നിന്നും ഇത്തരമൊരു പ്രകാശം കണ്ടെത്തിയതായി പറഞ്ഞു തോർക്കുന്നുണ്ട്. ഇനി അതെങ്ങാനും സത്യമായിരിക്കുമോ? ഒന്ന് പരീക്ഷിക്കുക തന്നെ. ഇവിടെ കാണുമോ യുറേനിയം? നോക്കട്ടെ. രക്ഷപ്പെട്ടു. യുറേനിയം ഇവിടെയുണ്ട്. യുറേനിയം ലവണം കറുത്ത കടലാസിൽ പൊതിഞ്ഞ് ഈ പ്ലേറ്റിൻ്റെ അടുത്ത് വെക്കാം. യുറേനിയത്തിൽ നിന്നും സ്വയം രശ്മികൾ വമിക്കുന്നുണ്ടെങ്കിൽ കറുത്ത കടലാസിൻ്റെ പാട് തീർച്ചയായും ആ പ്ലേറ്റിലുണ്ടാകും.
അതെങ്ങാനും ശരിയായാൽ റോൺഗണേക്കാൾ വലിയ കണ്ടുപിടുത്തമാകും ഇത്. ശാസ്ത്രലോകം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമായിരിക്കും ഇത്. സത്യം, എന്റെ ചിന്തകൾ സത്യമായിരിക്കുന്നല്ലോ. വൈദ്യുതിയുടെയോ മറ്റൊരു ബാഹ്യശക്തിയുടെയോ സഹായമില്ലാതെ സ്വയം കിരണങ്ങൾ പുറത്തുവിടുന്ന അത്ഭുത വസ്തുവാണ് യുറേനിയം. ഞാനത് കണ്ടുപിടിച്ചു. മേരി, മേരി, റോയൽ സൊസൈറ്റിയുടെ ജേണലിൽ പൂർണ്ണമായും നമ്മുടെ കുടുംബ സുഹൃത്തായ ഹെൻറി ബെക്കറലിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. ഇതേ നോക്കിയേ, തനിയെ കിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന യുറേനിയത്തെക്കുറിച്ച്. എക്സ്റേയിൽ നിന്നും തുടങ്ങുന്ന ഈ അത്ഭുത രശ്മികളുടെ കണ്ടുപിടുത്തങ്ങൾ ഒരു പരമ്പര തന്നെ സൃഷ്ടിക്കും, അല്ലേ പിയർ? ശാസ്ത്രജ്ഞരെല്ലാം റോൺഗന്റെ പിന്നാലെയാണ്. പക്ഷേ അവരറിയുന്നില്ല റോൺഗൺ കുറ്റമറ്റ ഒരു വ്യക്തിയാണെന്ന്. ഒന്നും തിരയാനിടയില്ലാത്ത രീതിയിൽ അയാൾ അരിച്ചു പെറുക്കിയിരിക്കും. പിയർ, നമുക്ക് ഒരു ഗവേഷണ വിഷയം വേണം. നമുക്ക് ബെക്കറലിന്റെ കണ്ടുപിടുത്തത്തിന് പിന്നാലെ സഞ്ചരിച്ചാലോ? നീ ഉദ്ദേശിക്കുന്നത്? വൈദ്യുതി ഇല്ലാതെ, മറ്റ് ബാഹ്യശക്തികളൊന്നുമില്ലാതെ സ്വയം രശ്മികൾ പുറത്തേക്ക് വിടുന്ന മറ്റ് മൂലകങ്ങൾ ഈ ഭൂമിയിലുണ്ടോ? അവ കൊണ്ട് മനുഷ്യന് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? ഗുഡ് തോട്ട് മേരി, ഗുഡ് തോട്ട്. യുറേനിയം പോലെ ഇനിയും ഇത്തരം മൂലകങ്ങൾ ഉണ്ടായേക്കാം. ഇത്തരം കിരണങ്ങൾക്ക് അനുയോജ്യമായ ഒരു പേര് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. റേസ് മാറ്റി ഏതെങ്കിലും ആക്ടിവിറ്റീസ് വരുന്ന രീതിയിലുള്ള പേര്? അതെ അതെ, റോൺഗന്റെ എക്സ്റേയുമായി സാദൃശ്യമില്ലാത്തൊരു പേര് വേണം. ഇത്തരം കിരണങ്ങൾക്ക് ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകും, അല്ലേ? ഇറ്റ്സ് ആക്ച്വലി റേസ്, ബട്ട് സം ആക്ടിവിറ്റീസ് ആർ ഹാപ്പനിങ് ദെയർ. നമുക്ക് റേഡിയോ ആക്ടിവിറ്റി എന്ന് പേരിട്ടാലോ? അത് കൊള്ളാം. ഇറ്റ്സ് ഗുഡ്. കൊള്ളാം, നല്ല പേര്. ഇത്തരം പ്രത്യേകതയുള്ള മൂലകങ്ങളെ കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ല. ലുക്ക് മേരി, മേരിയുടെ തലമുടി ഫ്രാൻസിൽ എവിടെയെങ്കിലും വീണുപോയാൽ അത് കണ്ടുപിടിക്കുന്നത് ഇതിനേക്കാൾ എളുപ്പമായിരിക്കും. ഒരു മണൽത്തരിയോളമെങ്കിലും വസ്തു കിട്ടുമെങ്കിൽ കഠിനമായി അധ്വാനിക്കാനുള്ള മനസ്സും കൂർമ്മബുദ്ധിയും ഭൂമിയോളം ക്ഷമയുമുള്ള മേരി അത് കണ്ടുപിടിച്ചിരിക്കും. മൈ ഹാർട്ടി ബ്ലെസ്സിങ്. ഒരു ഗൈഡായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യുറേനിയം ലവണം പോക്കറ്റിൽ വെച്ച് മറന്നുപോയ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തടിച്ചിരിക്കുന്നതായാണ്. അതെ, റേഡിയോ ആക്ടിവിറ്റി ശരീരത്തിന് ക്ഷതമേൽപ്പിക്കാൻ സാധ്യത ഏറെയാണ്. സൂക്ഷിക്കണം, സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യണം. Be careful. All the best. Okay. Bye. എന്തു തീരുമാനിച്ചു? മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല പിയർ. ഗുഡ്. ആദ്യം നമുക്ക് ഹെൻറിയുടെ കണ്ടുപിടുത്തം ശരിയാണോ എന്ന് പരിശോധിക്കണം. ഹെൻറി പറഞ്ഞതുപോലെ യുറേനിയത്തിൽ നിന്നും കിരണങ്ങൾ പുറത്തേക്ക് വമിച്ചാൽ യുറേനിയത്തിന്റെ ഘടനയ്ക്ക് വ്യത്യാസമുണ്ടാകണമല്ലോ. അതൊരു നല്ല ചിന്തയാണ്. അങ്ങനെയെങ്കിൽ റേഡിയോ ആക്ടിവത കഴിയും തോറും തീർച്ചയായും അതിന്റെ ഘടനയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. ഒരുപക്ഷെ അത് മറ്റൊരു മൂലകമായി മാറാം, അല്ലേ? ഓഫ് കോഴ്സ്. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് വരുന്ന മൂലകത്തിൽ നിന്നും റേഡിയോ ആക്ടിവത ഉണ്ടാകുമോ? അറിയില്ല. അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്.
ശരിയാണ്, ഹെൻറിയുടെ കണ്ടുപിടുത്തം സത്യമാണ്. യാതൊന്നും ചെയ്യാതെ തന്നെ ദേ യുറേനിയത്തിൽ നിന്നും വികിരണങ്ങൾ പുറപ്പെടുന്നു. മറ്റൊന്നുകൂടി ഞാൻ കണ്ടുപിടിച്ചു. വെയിലത്തും മഴയത്തും പൊടിയായിരുന്നാലും കട്ടിയായിരുന്നാലും വികിരണങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. യുറേനിയത്തിൽ നിന്നും വമിക്കുന്നത് പോലെ റേഡിയോ ആക്ടിവിറ്റി ഉള്ള മറ്റേതെങ്കിലും എലമെന്റ്സോ കോമ്പൗണ്ടോ ഉണ്ടോ? അതാണ് ഇനി നോക്കേണ്ടത്. ദേ നോക്ക്, പിച്ച് ബ്ലെൻഡിൽ നിന്നും യുറേനിയം നീക്കിയിട്ടും കിരണങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ യുറേനിയത്തെക്കാൾ ശക്തിയുള്ള മറ്റൊരാൾ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നിന്റെ നിഗമനം ശരിയായിരിക്കണം. യുറേനിയത്തിന്റെ ഖനിജമായ പിച്ച് ബ്ലെൻഡിൽ നിന്നും നമുക്കവനെ പുറത്തു കൊണ്ടുവരണം. യുറേനിയം അറ്റോമിക് മാസ് 233. ഇതിൽ നിന്നും സ്വമേധയാ കിരണങ്ങൾ വമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ആൽഫ കണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് തോറിയം എന്ന മറ്റൊരു മൂലകമായി മാറും. തോറിയം അറ്റോമിക് മാസ് 229. വീണ്ടും ആൽഫ കണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് റേഡിയമായി മാറും. റേഡിയത്തിൽ നിന്നും ബീറ്റ കണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ റേഡിയത്തേക്കാൾ അറ്റോമിക് മാസ് വർദ്ധിച്ച് അക്ടീനിയം ആവും. ബീറ്റ കണം നഷ്ടപ്പെടുന്നു എന്നാൽ അത് ആൽഫ കണമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ശ്രേണി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അക്ടീനിയം ഫ്രാൻസിയമായും പിന്നീട് റെഡോൺ, അസ്റ്റാടൈൻ, പൊളോണിയം തുടങ്ങിയ ബിസ്മത്തിലൂടെ ഒടുവിൽ ലെഡായി പരിണമിക്കും. ലെഡായി കഴിഞ്ഞാൽ പിന്നെ കിരണങ്ങൾ ഉണ്ടാവുന്നതേയില്ല. പരീക്ഷണങ്ങൾ തുടങ്ങും മുമ്പേ മേരിയുടെ ചിന്തകൾ കൃത്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്തരം അനുമാനങ്ങളും ദീർഘവീക്ഷണങ്ങളുമാണ് സയന്റിസ്റ്റുകൾക്ക് വേണ്ട അടിസ്ഥാന ഗുണങ്ങൾ. പിച്ച് ബ്ലെൻഡിൽ നിന്നും തുടങ്ങിയ പരീക്ഷണം വർഷങ്ങൾ നീണ്ടുനിന്നു. വിജയത്തിന്റെ നടക്കൽ എപ്പോൾ എത്തുമെന്ന് യാതൊരു ധാരണയുമില്ലാത്ത സഞ്ചാരം. വിശ്രമമില്ലാതെ അവർ യാത്ര തുടർന്നു. ഒരാൾ മറ്റേയാൾക്ക് എപ്പോഴും തുണയായി. പിയർ, ഞാൻ മോൾക്ക് പാല് കൊടുത്തിട്ട് വരട്ടെ. അപ്പോഴേക്ക് ഇതിന്റെ റിസൾട്ട് കൂടി കണ്ടെത്തിക്കോളൂ. പിയർ, ഇനി അല്പം വിശ്രമിച്ചോളൂ. ഓ പിയർ, look here. ഇതിൽ നിന്ന് റേഡിയോ ആക്ടിവിറ്റി സത്യമാണ്. മാസ് 218 ആയിട്ടും ഇതിൽ നിന്ന് റേഡിയോ ആക്ടിവിറ്റി. കള്ളൻ ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. ശരിയാണല്ലോ, യുറേനിയം അല്ലാതെ റേഡിയോ ആക്ടിവിറ്റി ഉള്ള മറ്റൊരു എലമെന്റ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു.
ഇനി ഇതിന് നല്ലൊരു പേര് വേണം. പറയൂ മേരി, നീയാണ് മുന്നിൽ നിന്നവൾ, കണ്ടുപിടിച്ചവൾ. അതുകൊണ്ട് പേരിടാനുള്ള അവകാശവും നിനക്കാണ്. നമ്മുടെ മകളുടെ പേര്, നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ പേര്, നിനക്കിഷ്ടപ്പെട്ട എൻ്റെ പേര്, നിന്റെ പേര്, നിനക്കിഷ്ടപ്പെട്ടത് എന്തും പറയൂ മേരി. ഞാനിതിന് എൻ്റെ ജന്മനാടിൻ്റെ പേര് വിളിച്ചോട്ടെ. അധിനിവേശത്താൽ ചവിട്ടിയരയ്ക്കപ്പെട്ട എൻ്റെ നാട്, സ്വന്തം ഭാഷ പോലും സംസാരിക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന എൻ്റെ നാട്ടുകാർക്ക് ഈ കണ്ടുപിടുത്തം ഞാൻ സമ്മാനിച്ചോട്ടെ. ഞാനിതിനെ പൊളോണിയം എന്ന് വിളിച്ചോട്ടെ. അച്ഛൻ നോക്കിക്കോളൂ, സ്വർണ്ണ മെഡലോടെ തന്നെ ഞങ്ങൾ പഠിച്ചു മുന്നേറും. നമ്മുടെ പോളണ്ടിന്റെ പേര് ലോകമെമ്പാടും ഞാൻ അറിയിക്കും. പ്ലീസ്, ഞാനിതിനെ പൊളോണിയം എന്ന് വിളിച്ചോട്ടെ. ഇവിടെ നിന്ന് നോക്കി, യുറേനിയത്തേക്കാൾ ശക്തിയുള്ള മറ്റൊരു എലമെന്റ് നമ്മൾ വിട്ടുപോയിരിക്കുന്നു. നമ്മൾ കണ്ടുപിടിച്ച പൊളോണിയത്തേക്കാൾ അധികം റേഡിയോ ആക്ടിവത വമിക്കുന്ന എലമെന്റ്, റേഡിയം. സൂക്ഷിക്കണം, സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യണം. ഈ വർഷത്തെ ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്ക് നൽകണം എന്ന ചർച്ചയ്ക്കാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. അതിന് യാതൊരു സംശയവും വേണ്ട. പിയറെ ക്യൂറിയുടെയും മേരി ക്യൂറിയുടെയും പേരുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇനി മറ്റൊരാളെ കൂടി അന്വേഷിച്ചാൽ മതിയല്ലോ. പിച്ച് ബ്ലെൻഡിൽ നിന്നും സമാന സ്വഭാവമുള്ള 2 മൂലകങ്ങളാണ് അവർ കണ്ടുപിടിച്ചത്, അതും ഒരു നീണ്ട ഗവേഷണത്തിന് ശേഷം. പിയറെ ക്യൂറി അതിന് അർഹനായ വ്യക്തിയാണ്. പക്ഷേ ഒരു സ്ത്രീയുടെ പേര് നിങ്ങൾ എന്തിനു ചേർക്കുന്നു? അവരാണ് അതിൻ്റെ അവകാശി എന്ന് പിയർ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് നൊബേൽ സമ്മാനം നൽകിയാൽ ലോകത്തിന് മുമ്പ് നൊബേൽ സമ്മാനത്തിന്റെ വില ഇടിയും. പുരുഷന്മാരൊക്കെ ക്യാപ്പിൽ മുഖമൊളിപ്പിച്ച് അടക്കേണ്ടി വരും. സത്യമെന്നും സത്യമാ. നാളെ ഒരു കാലത്ത് മേരിയാണ് ഇത് കണ്ടുപിടിച്ചെന്ന് ലോകം അറിയുമ്പോൾ, അവർക്ക് നമ്മൾ സമ്മാനം കൊടുത്തില്ല എന്നറിയുമ്പോൾ, അന്നാണ് നമ്മൾ ലജ്ജിക്കേണ്ടത്. ഒരു തൊഴിലെങ്കിലും നേടാനായോ അവർക്ക്? തൊഴിലില്ലാത്തത് അവരുടെ കുറ്റമല്ല. പ്രൊഫസർ ആകാനുള്ള വിദ്യാഭ്യാസമില്ലേ അവർക്ക്? ആ തസ്തിക പുരുഷന്മാർക്ക് മാത്രമേ കഴിയൂ എന്ന് നമ്മുടെ തെറ്റിദ്ധാരണയാണ് അതിന് കാരണം. അടുക്കളയിലെ ചൂടേറ്റ് മാത്രം ജീവിക്കാനുള്ളതല്ല സ്ത്രീജന്മം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന സ്ത്രീ ആകട്ടെ മേരി. പഠിച്ചാൽ നൊബേൽ സമ്മാനം വരെ സ്ത്രീകൾക്ക് നേടാനാകുമെന്ന് തെളിയിച്ചുകൊണ്ട് ലോകത്തിലെ പെൺകുട്ടികൾക്ക് മാതൃകയാകട്ടെ മേരി. എന്റെ അഭിപ്രായത്തെ അനുകൂലിക്കുന്നവർക്ക് കൈ ഉയർത്താം. ഈ വർഷത്തെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം റേഡിയോ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക്. യുറേനിയത്തിൽ നിന്നും റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ഹെൻറി ബെക്കറൽ റേഡിയം, പൊളോണിയം തുടങ്ങിയ മൂലകങ്ങളുടെ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചതിന് പിയറെ ക്യൂറിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ മേരി സ്ക്ലോഡോസ്ക ക്യൂറിയും സമ്മാനത്തിന് അർഹയായി. ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീക്ക് നൊബേൽ. മേരി, നമ്മുടെ കണ്ടുപിടുത്തം ക്യാൻസർ ബാധിച്ച കോശങ്ങളെ കരിക്കുന്നതിന് ഉപയോഗിക്കാം. ഒരു വലിയ കണ്ടുപിടുത്തമാണ് ലോകത്തിന് നമ്മൾ നൽകിയിരിക്കുന്നത്. ഹലോ. നൊബേൽ പുരസ്കാരം കരസ്ഥമാക്കിയ ക്യൂറി ദമ്പതികൾക്ക് എന്റെ അനുമോദനങ്ങൾ. ആരാണ് താങ്കൾ? പറയാം. നിങ്ങൾക്ക് വലിയ സന്തോഷമായി വന്ന സുഹൃത്ത്, പേര് വാട്സൺ. ഓഹോ, എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞില്ല.
റിവോൾവർ എന്ന ഒറ്റ കണ്ടുപിടുത്തം സാമുവൽ കോട്ടിനെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാക്കി. തുടർച്ചയായി ഡൈനാമിറ്റ് കണ്ടുപിടിച്ച നൊബേൽ, ആ ശ്രേണിയിലേക്ക് ഇനി ക്യൂറി ദമ്പതികളും. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ക്യാൻസർ ബാധിച്ചവരുടെ എണ്ണം കൂടി വരുന്നു. സന്തോഷമായില്ലേ നിങ്ങൾക്ക്? ഓരോ ആളും റേഡിയം ഉപയോഗിക്കുമ്പോൾ പേറ്റന്റ് വഴി നിങ്ങൾക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. ഓ, അത് ശരി. വർഷങ്ങൾ കഴിഞ്ഞാലും ഏറ്റവും ധനികരുടെ പട്ടികയിൽ നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടാകും. എന്താ, സന്തോഷമായില്ലേ? പിന്നെ അതിശയമായിരിക്കുന്നല്ലോ. ഇത് മുഴുവൻ പണമാണ്. പേറ്റന്റ് കിട്ടിക്കഴിയുമ്പോൾ വ്യാവസായികമായി നിർമ്മിക്കാനുള്ള അനുവാദം ഞങ്ങളുടെ കമ്പനിക്ക് നൽകണം. ഇത് അഡ്വാൻസ് മാത്രമാണ്. മിസ്റ്റർ വാട്സൺ, താങ്കളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടോ? ഇല്ല. പണമില്ലാത്തത് മൂലം ആർക്കെങ്കിലും ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ലണ്ടനിലെ ഏറ്റവും വലിയ ധനികനാണ് ഞാൻ. സ്വന്തമായി 16 ഫാക്ടറികൾ. എനിക്ക് ദാരിദ്ര്യമോ? മിസ്റ്റർ, ഒരു കാര്യത്തിൽ താങ്കൾ പരമദരിദ്രനാണ്. അറിവിൻ്റെ കാര്യത്തിൽ. അറിവിൻ്റെ മേൽ പണത്തിന് ആധിപത്യം വേണ്ട. സോ ഔട്ട്. പിയർ, താങ്കളെങ്കിലും വിവേകപൂർവ്വം ചിന്തിക്കൂ. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അവിടുത്തെ വിഭവങ്ങളും. ഭൂമിയിൽ നിന്ന് കണ്ടെടുത്ത മൂലകം മാത്രമാണ് റേഡിയോ. അതിനെല്ലാവർക്കും അവകാശമുണ്ട്. മേരിയുടെ അഭിപ്രായമാണ് എൻ്റെയും. പ്ലീസ്. പിയർ, അമ്മയും ചേച്ചിയും കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞാൻ. വേർപാടിൻ്റെ നഷ്ടം അനുഭവിച്ചവൾ. നമ്മുടെ ഈ കണ്ടുപിടുത്തം മനുഷ്യർക്കൊക്കെ പ്രയോജനപ്പെടുമെങ്കിൽ അതിൻ്റെ പേറ്റന്റിൽ നിന്ന് കിട്ടുന്ന പണം നമുക്ക് വേണ്ട പിയർ. നീയാണ് മാതാവ്. നോക്ക്, എല്ലാം നിന്റെ ഇഷ്ടം പോലെ. പിയർ, ഭാര്യമാരുടെ അഭിപ്രായങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്ത ലോകത്ത് എൻ്റെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ ബഹുമാനത്തോടെ അംഗീകരിക്കുന്ന അങ്ങയെ ജീവിത പങ്കാളിയായി കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം. പിയർ, മുകളിലേക്ക് നോക്കൂ. വെള്ളിപ്പൊട്ടുകൾ പോലെ ആകാശത്തെ എണ്ണമറ്റ നക്ഷത്രങ്ങൾ. മുറ്റം നിറയെ മിന്നാമിനുങ്ങുകൾ. ലബോറട്ടറിയിൽ നിന്നും നമ്മുടെ റേഡിയത്തിന്റെ പ്രകാശം. പറയൂ പിയർ, ഇതിലേതിനാണ് കൂടുതൽ ഭംഗി? മേരി, മഹത്വം മാത്രമാണ് യഥാർത്ഥ സൗന്ദര്യം. വിഷാംശമുള്ള കായ്ഫലം കാഴ്ചയ്ക്ക് എത്ര സുന്ദരമാണെങ്കിലും അതിനേക്കാൾ നാം ഇഷ്ടപ്പെടുന്നത് മാമ്പഴമല്ലേ? ആ നിലയ്ക്ക് നക്ഷത്രങ്ങളെക്കാൾ സൗന്ദര്യം ഈ മിന്നാമിനുങ്ങുകൾക്കാണ്. അതിനേക്കാൾ അധികം നമ്മുടെ റേഡിയം. പക്ഷേ മേരി, നിന്റെ മുന്നിൽ ഇതൊന്നുമല്ല, ഒന്നും. ക്യൂറി ദമ്പതികൾക്ക് ഒരു സ്നേഹപുഷ്പം കൂടി, ഈവ് എന്ന പെൺകുഞ്ഞ്. പക്ഷേ ആ സന്തോഷം ഏറെ നാൾ നീണ്ടു നിന്നില്ല. ഒരു വലിയ ദുരന്തം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ദുരന്തമോ? അതെ.
എന്താ 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 സംഭവിച്ചത്? എന്താണ്? അയ്യോ അയ്യോ അയ്യോ, ഇത് നമ്മുടെ പിയറല്ലേ? പിയർ തൂങ്ങിയല്ലേ? പിയർ അപകടത്തിൽപ്പെട്ടു. പിയറെ, എഴുന്നേക്ക്. മേരിക്ക് താങ്ങാൻ കഴിയുന്നതിലധികമായിരുന്നു പിയറിന്റെ വിയോഗം. സ്ത്രീകളോടുള്ള അവഗണനയ്ക്ക് സോർബോൺ യൂണിവേഴ്സിറ്റി ഒടുവിൽ അറുതി വരുത്തി. പിയർ വഹിച്ചിരുന്ന പ്രൊഫസർ സ്ഥാനം മേരിക്ക് നൽകാൻ യൂണിവേഴ്സിറ്റി തയ്യാറായി. ഈ സ്ഥാനം നേടുന്ന ആദ്യത്തെ സ്ത്രീ മേരിയായിരുന്നു. പിയറിൻ്റെ ഓർമ്മകളുമായി മേരി യൂണിവേഴ്സിറ്റിയിലേക്ക്. നിങ്ങളുടെ സ്ഥാനത്തിരുന്ന് ഞാൻ എൻ്റെ കർത്തവ്യം തുടങ്ങുന്നു. അങ്ങയുടെ പേര് നിലനിർത്തുവാൻ എന്നെ കൊണ്ടാകുമോ? ക്ലാസ് എടുക്കുന്നതിനിടെ എപ്പോഴെങ്കിലും അങ്ങേ ഓർക്കുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോകുമോ? ഇല്ല, പാടില്ല. ഞാൻ പതറില്ല. അങ്ങയുടെ ആഗ്രഹം പോലെ ഗവേഷണം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. റേഡിയത്തിനെ കുറിച്ച് പഠിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ തുടങ്ങും. പിന്നെ ഏതൊരമ്മയുടെയും കർത്തവ്യം പോലെ നമ്മുടെ മക്കളായ ഐറിനെയും ഏവിനെയും പഠിപ്പിച്ച് ഉന്നത ശാസ്ത്രജ്ഞരാക്കും. എന്നിട്ട് അവർ കരഞ്ഞോ മാഡം? ഇല്ല, ഉറച്ച മനസ്സോടെ പതറാതെ അവർ ക്ലാസ് എടുത്തു. ഒരു വനിതാ പ്രൊഫസറുടെ ക്ലാസ് കേൾക്കാൻ വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെയിരുന്നു. ഇതിനിടെ ജർമ്മനി ഫ്രാൻസുമായി യുദ്ധം പ്രഖ്യാപിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കം. ഫ്രാൻസ് വിട്ടു പോ. യുദ്ധഭൂമിയിൽ നിങ്ങൾക്ക് എന്ത് കാര്യം? കലാപഭൂമിയിൽ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിയും? വഴിമാറ്, വേഗം പോ. മോളെ ഐറിൻ. എന്താ മമ്മി? ഐറിൻ, യുദ്ധഭൂമിയിൽ പരിക്കേറ്റവരെ പരിചരിക്കാൻ അമ്മയുടെ സഹനശക്തിയും സഹോദരിമാരുടെ സ്നേഹവും മകളുടെ വാത്സല്യവുമുള്ള സ്ത്രീകളെ വേണം. ശാസ്ത്രവിജ്ഞാനം വേണം. കാരണം വെടിയുണ്ട തുളച്ചു കയറിയത് എവിടെയെന്നറിയുവാൻ, ഒടിവും ചതവും എവിടെയെന്നറിയുവാൻ എക്സ്റേയിലൂടെ മാത്രമേ സാധിക്കൂ. ഡോക്ടർമാർ വിദ്യ പഠിച്ചെത്തുമ്പോഴേക്കും കാലം കഴിയും. ഞാൻ യുദ്ധഭൂമിയിലേക്ക് പോകുന്നു. നീ ഉണ്ടോ എന്നോടൊപ്പം? ഇവിടെയാണ് ഇയാൾക്ക് വേദന. ഇവിടെ ഒടിവുണ്ടാകും. ആ എക്സ്റേ മെഷീനും കൊണ്ടുവരൂ. മോളെ, ഈ ഭാഗത്ത് എക്സ്റേ എടുത്തു നോക്കൂ. ശരി അമ്മേ. മമ്മിയെ കയ്യിലൊന്ന് പിടിച്ചേ. ഡോക്ടർ, ഇവിടെ. ഹി ഈസ് ഇൻ വെരി ക്രിട്ടിക്കൽ കണ്ടീഷൻ. കം ഫാസ്റ്റ്. അമ്മേ, ദേ വെടിയേറ്റ കുറെ പേരെ കൂടി കൊണ്ടുവരുന്നു. ഫോളോ മീ ഐറിൻ. ബി ഫാസ്റ്റ്. 1918 ജർമ്മനി കീഴടങ്ങി. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു. ഫ്രാൻസിലെങ്ങും സമാധാനത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങി.
ലോകമഹായുദ്ധം തീർന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്നെടുത്ത യുദ്ധം. ഹോ, ദൈവമേ നിനക്ക് സ്തുതി. അതാ ആഹ്ലാദത്തിന്റെ അലകൾ വീണ്ടും. മേരി, യുദ്ധത്തിൽ നിങ്ങൾ അമ്മയും മകളും ചെയ്തു തന്ന സേവനത്തിന് ഫ്രഞ്ച് ഗവൺമെന്റ് വലിയ പാരിതോഷികം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. സുഹൃത്തെ, ഇത്രയും നാൾ അടുക്കളയിൽ ആഹാരം പാകം ചെയ്തു കൊടുത്തതിന് എന്റെ മകൾ ശമ്പളം തരട്ടെ അമ്മേ എന്ന് ചോദിക്കും പോലെയാണിത്. എന്നാലും നിങ്ങൾ മൂലം രക്ഷപ്പെട്ടത് എത്ര ജീവനാണെന്നറിയാലോ. ഏതായാലും ഫ്രഞ്ച് ഗവൺമെന്റ് ദേ ഇവൾക്കൊരു സൈനിക മെഡൽ നൽകി ആദരിക്കും. നല്ലത്. പക്ഷേ എനിക്ക് സമ്മാനമൊന്നും വേണ്ട. മാത്രമല്ല, എനിക്ക് ലഭിച്ച നൊബേൽ സമ്മാനത്തുകയിൽ നിന്നും നല്ലൊരു വിഹിതം യുദ്ധകടങ്ങൾ വീട്ടുവാൻ ഞാൻ സംഭാവനയായും നൽകും. ഇല്ല മേരി, ഇല്ല. എനിക്ക് ഉറപ്പാണ് സർക്കാർ ഇത് വാങ്ങില്ല. ദേ നോക്ക്, യുദ്ധക്കടങ്ങൾ വീട്ടി രാജ്യം പുരോഗമനത്തിന്റെ പാതയിലെത്തുവാൻ ഫ്രാൻസിലെ ഓരോ പൗരന്മാരും കഠിനമായി പ്രയത്നിക്കും. കുറച്ചു നാൾ കൊണ്ട് ഈ കടങ്ങളെല്ലാം വീട്ടിക്കൊള്ളും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനി പണം കൂടി കടം വാങ്ങിയാൽ ഈ രാജ്യം നിങ്ങളുടെ മുമ്പിൽ തീരെ ചെറുതാകും മേരി. യുദ്ധത്തിൽ ജയിച്ച ഫ്രാൻസ് ഈ മഹാമനസ്കതയ്ക്ക് മുമ്പിൽ തോറ്റുപോകും മേരി, തോറ്റുപോകും. ഐറിൻ, നീ ലാബിലേക്ക് പോയിക്കൊള്ളൂ. ഫെഡറിക്കിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യൂ. ചെല്ല്. ശരി അമ്മേ. മോളെ ഈവ്, നീ അകത്ത് എന്ത് ചെയ്യുന്നു? ഞാൻ പാട്ട് പഠിക്കും അമ്മേ. മാഡം, റേഡിയോ ആക്ടിവിറ്റി വമിക്കുന്ന വസ്തു മറ്റേതെങ്കിലും വസ്തുക്കളുടെ അടുത്ത് വെച്ചാൽ അതിന് റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാകുമോ? ഉദാഹരണത്തിന് റേഡിയം കോപ്പറിൻ്റെ അടുത്ത് വെച്ചാൽ കോപ്പറിന് ആക്ടിവിറ്റി ഉണ്ടാകുമോ? ഉണ്ടാകും അമ്മേ. അലൂമിനിയത്തിന്റെ തന്മാത്രകളെ റേഡിയോ ആക്റ്റീവത സിലിക്കണാക്കി മാറ്റുമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോഴുണ്ടാകുന്ന സിലിക്കണിൽ പോലും റേഡിയോ ആക്റ്റീവത ഉണ്ടമ്മേ. മാഡം, കൃത്രിമമായ റേഡിയോ ഐസോട്ടോപ്പുകൾ ഉണ്ടാക്കാമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഗുഡ്, മിടുക്കൻ. ഒരു പുത്തൻ സാങ്കേതിക വിദ്യയ്ക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനി മുതൽ റേഡിയോ ആക്റ്റീവത ആറ്റത്തിനെ രൂപാന്തരപ്പെടുത്തി കൃത്രിമമായി സൃഷ്ടിക്കാം. ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ കണ്ടുപിടുത്തത്തിന് നിനക്കൊരു സമ്മാനം വേണ്ടേ? ഇതാ എൻ്റെ മകൾ ഐറിൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. മോളെ, ഫെഡറിക് എൻ്റെ ലാബിലെ ഏറ്റവും മിടുക്കനായ ശാസ്ത്രജ്ഞനാണ്. ഈ മേരിയെയും പിയറിനെയും പോലെ അവരുടെ തുടർച്ചയായി ജീവിതത്തിലും ഗവേഷണത്തിലും ഒന്നിച്ചുണ്ടാകണം. നിസ്വാർത്ഥമായി ലോകത്തെ സേവിക്കണം. അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ, സന്തോഷമായി. ഇതിനിടെ രണ്ടാമത്തെ നൊബേൽ സമ്മാനവും അവരെ തേടിയെത്തി. അതെ, രണ്ടാമതും നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് മേരി ക്യൂറി. പ്രായത്തിനേക്കാൾ അധികം അവശയായി തുടങ്ങി. മേരി ക്രമേണ രോഗിയായി. കാഴ്ചശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു. പ്രഗത്ഭരായ ഡോക്ടർമാർ പരിശോധിച്ചിട്ടും അസുഖം കണ്ടുപിടിക്കാനായില്ല. അതിൻ്റെ കാരണവും ഒടുവിൽ ആ സത്യം തിരിച്ചറിഞ്ഞു. ഡോക്ടർ, അമ്മയുടെ അസുഖം തിരിച്ചറിഞ്ഞു. പറയണം, മേരി ക്യൂറി എന്ന ശാസ്ത്രജ്ഞയെ ഇനിയും ഈ ലോകത്തിന് ആവശ്യമുണ്ട്. എവിടെ കൊണ്ടുപോയി ഞങ്ങൾ മേഡത്തിനെ ചികിത്സിപ്പിക്കും. അവരുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചോ ഡോക്ടർ?
aplastic anemia, like blood cancer. ക്യാൻസറോ? ക്യാൻസറിനുള്ള കോശങ്ങളെ കരിക്കുന്ന റേഡിയം കണ്ടുപിടിച്ച മേരി ക്യൂറിക്ക് ക്യാൻസറോ? അതെ, അടുത്തുള്ള അലൂമിനിയത്തെ പോലും മാറ്റാൻ കഴിവുണ്ട് റേഡിയത്തിന് എന്ന് നിങ്ങൾ പഠിച്ചതല്ലേ? ഗവേഷണവും പരീക്ഷണവും വഴി അവരുടെ ശരീരത്തിൽ റേഡിയത്തിൻ്റെ കിരണങ്ങൾ ഒരുപാടായി. വേണ്ട, വേണ്ട, എന്നെ തൊടണ്ട, ദൂരെ. നിങ്ങൾ കൂടി അപകടത്തിലേക്ക് വരണ്ട, ദൂരെ. റേഡിയം ചെറിയ അളവിൽ ഉപകാരിയാണ്. ലോകത്തിന് ഞാൻ നൽകിയ സമ്മാനമാണ് റേഡിയം. പക്ഷേ അതവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ രോഗിക്ക് നൽകേണ്ടുന്ന കൃത്യമായ ഡോസേജ് മനസ്സിലാക്കണം. എനിക്കത് കണ്ടുപിടിക്കണം. കാരണം അധികമായാൽ അത് അപകടമാണ്. കുറഞ്ഞാൽ അതുകൊണ്ടുള്ള ചികിത്സ പ്രയോജനപ്പെടുകയുമില്ല. ആഹാരം ഉണ്ടാക്കുന്ന അമ്മ വിയർക്കും, ശരീരം ചൂടാകും. പക്ഷേ മക്കൾ സ്വാദോടെ കഴിക്കുന്നത് കാണുമ്പോൾ അവരെല്ലാം മറക്കും. അതാണ് അമ്മ. ഈ ലോകം സന്തോഷത്തോടെ റേഡിയം ഉപയോഗിക്കുമ്പോൾ ഞാനെല്ലാം മറക്കും, എല്ലാം. അമ്മ കുറച്ച് വിശ്രമിക്കേ. എന്റെ ശരീരം ചുട്ടുപൊള്ളുന്നല്ലോ. ഉറച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. എനിക്ക് ലാബിലേക്ക് പോകണം. ഐസോട്ടോപ്പുകളിൽ വികിരണങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയണം. പഠിക്കാൻ ഇനിയൊരു ജീവിതമില്ലല്ലോ മക്കളെ. വായിക്കുവാൻ വലിയ അക്ഷരത്തിൽ നോട്ടുകൾ തയ്യാറാക്കി. അടുത്ത തലമുറയ്ക്ക് തൻ്റെ അറിവ് പകർന്നു നൽകുവാൻ അവർ പുസ്തകം എഴുതിക്കൊണ്ടേയിരുന്നു, അവസാന നിമിഷം വരെയും. മാനവരാശിക്ക് വേണ്ടിയുള്ള സ്വജീവിതത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണം. എന്നെ ആരും തൊടരുത്, എന്നെ ആരും തൊടരുത്. ദൂരെ, ദൂരെ. സന്തോഷവാർത്ത! ഈ വർഷത്തെ നൊബേൽ പ്രഖ്യാപിച്ചു. ഐറിനും ഫെഡറിക്കിനും. ചരിത്രം ആവർത്തിക്കുകയാണ്, മേരിയെയും പേരിനെയും പോലെ. ദാ മകൾക്കും മരുമകനും. എന്താ പറ്റി? എന്താ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? മേരി, ഞാൻ മേരിയെ കാണട്ടെ. ഈ വാർത്ത കേട്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ മേരി ആയിരിക്കും. എവിടെ മേരി? ഞാൻ കാണട്ടെ. എന്താ പറ്റി? മേരി എവിടെ? മേരി, മേരി,
മേരി, നിന്റെ ആത്മാവിന് നിത്യശാന്തി. ലോകം മുഴുവൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച വാഹനം ഇനി മുതൽ ലിറ്റിൽ ക്യൂറി എന്ന പേരിൽ അറിയപ്പെടും. ലോകം മുഴുവൻ നിങ്ങളെ ബഹുമാനാർത്ഥം മാഡം ക്യൂറി എന്ന് വിളിക്കും. മാഡം ക്യൂറി എന്ന് വിളിക്കും. മാഡം ക്യൂറി എന്ന് വിളിക്കും. മേരിയെപ്പോലെ ഐറിൻ, ഐറിനെ പോലെ അവരുടെ മക്കൾ, ഈ ലോകത്തിലെ ഓരോ മനുഷ്യർക്കും വേണ്ടി അവർ ജീവിതം സമർപ്പിച്ചു. പഠിക്കാനുള്ള ആഗ്രഹവും ഉറച്ച ലക്ഷ്യവും കഠിനാധ്വാനവും കൈവശമുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ഉന്നതങ്ങളിലെത്താമെന്ന തത്വത്തിന് ഉദാഹരണമാണവർ. തുന്നലും പാചകവും മാത്രം പഠിക്കുന്നതാണ് സ്ത്രീ വിദ്യാഭ്യാസം എന്ന ചിന്തകളെ തള്ളിക്കളഞ്ഞ് അടുക്കളയിൽ നിന്ന് ശാസ്ത്രജ്ഞർ വരെ ആകാമെന്ന് തെളിയിച്ച മേരി ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾക്ക് പ്രചോദനമാണ്. സ്നേഹമാണവർ, ത്യാഗമാണവർ. മാലാഖയുടെ കഥ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമാകണമെങ്കിൽ നിങ്ങളൊരു പിശാചിൻ്റെ കഥ കൂടി കേൾക്കണം. ജോസഫ് എന്ന ജോസഫ് മെങ്കലെ. മേരി ശാസ്ത്രം മനുഷ്യനന്മയ്ക്കും പുരോഗതിക്കും പ്രയോജനപ്പെടുത്തിയെങ്കിൽ ഇവിടെ ജോസഫ് മെങ്കലെ, അവനും പഠിച്ചത് ശാസ്ത്രം, ജീവിതം പഠനത്തിനായി സമർപ്പിക്കേണ്ടവൻ, മനുഷ്യരാശിക്ക് നന്മ ചെയ്യേണ്ടവൻ. പക്ഷേ അവൻ്റെ ചെയ്തികളോ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഓരോ ദിവസവും കുറഞ്ഞത് 2000 ജൂതന്മാരെ കൊന്നെടുക്കുമെന്ന ഹിറ്റ്ലറുടെ ആജ്ഞ ശിരസ വഹിച്ച നാരഫോജി. ജർമ്മനിയുടെ നിരവധി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഒന്നായിരുന്നു ഓസ്വിച്ച്. നാസി പട്ടാളത്തിൻ്റെ ക്രൂരതകൾക്ക് സാക്ഷ്യം വഹിച്ച ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച തടവറയായിരുന്നു ഓസ്വിച്ച്. അവിടുത്തെ ക്യാപ്റ്റനായിരുന്നു ജോസഫ്. വെള്ളക്കോട്ടുമിട്ട് സദാ കാണുന്ന അയാളെ തടവ് പുള്ളികൾ ഭയന്ന് വിളിച്ചിരുന്നത് വൈറ്റ് ഏഞ്ചൽ എന്നായിരുന്നു. നോ, ഏഞ്ചൽ എന്ന പദം ഒരിക്കലും അവൻ അർഹിക്കുന്നില്ല. ഹീ ഈസ് സൺ ഓഫ് ഡെവിൾ. നിങ്ങൾ കേൾക്കണം മനുഷ്യർക്ക് മേൽ അയാൾ നടത്തിയ പരീക്ഷണങ്ങളുടെ കഥ. നിങ്ങൾ അറിയണം. Just come under attack, and our guns have opened up. And just now, our guns, or at least the guns of one of the forts, have shot down an enemy plane. It has fallen over on the horizon, just ahead of us. We're keeping in the direction of it, and now it appears that we can see just the Dr. Joseph Mengele! Dr. Carl Kaluberg! There is a good news. Good news? അമേരിക്കയുടെ വൻ വ്യാപാര കപ്പലായ റോബിൻ മൂറിനെ നമ്മുടെ യു-ബോട്ടുകൾ കടലിൽ മുക്കിയിരിക്കുന്നു. അതെയോ? നിങ്ങൾ നോക്കിക്കോളൂ, 2 വർഷത്തിനുള്ളിൽ ലോകം മുഴുവൻ നാസി പട്ടാളത്തിന്റെ ശക്തി അറിയും. ബ്രിട്ടന്റെ ഇന്ത്യ അടക്കമുള്ള മുഴുവൻ കോളനികളും
ജർമ്മനിയുടെ കീഴിൽ വരും റിച്ചാർഡോ. ഹിറ്റ്ലർ ലോക ചക്രവർത്തിയായി അവരോധിതനാകും. ഹേയ് ഹിറ്റ്ലർ! ഹിറ്റ്ലർ ജയിക്കട്ടെ! നാസി പട്ടാളം ജയിക്കട്ടെ! ഹിറ്റ്ലർ ജയിക്കട്ടെ! നാസി പട്ടാളം ജയിക്കട്ടെ! ഹിറ്റ്ലർ ജയിക്കട്ടെ! നാസി പട്ടാളം ജയിക്കട്ടെ! യെസ്, ഓസ്ട്രിച്ചിലേക്ക് ട്രെയിൻ വരുന്നു. മ്യൂണിച്ചിൽ നിന്നും ഒരു വണ്ടി നിറയെ ജൂതന്മാരെ കൊണ്ടുവരുന്നു നിങ്ങൾക്ക് പരീക്ഷണം നടത്താൻ. മ്യൂണിച്ചിൽ നിന്നോ? എങ്കിൽ അവന്റെ തലയായിരിക്കും ഞാൻ ആദ്യം നോക്കുന്നത്. ആരുടെ? നിനക്കറിയില്ലേ, ആൽബർട്ട് ഐൻസ്റ്റൈൻ. അവന്റെ തലയ്ക്ക് എത്ര രൂപയാണ് ഹിറ്റ്ലർ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? പക്ഷേ എനിക്കവൻ്റെ തലച്ചോർ പഠിക്കണം. എവിടെ നിന്നാണ് അവൻ ഇത്രയും ബുദ്ധിയെന്ന് പഠിക്കണം. കാരണം ഞാനൊരു സയന്റിസ്റ്റാണ്. എനിക്കും പഠിക്കണം, കാരണം ഞാനൊരു ഡോക്ടറാണ്. എലികളെയും പാറ്റകളെയും ഒക്കെ കീറിമുറിച്ചാണ് ഒരുപാട് പഠിച്ചത്. ഇപ്പോഴാണ് മനുഷ്യ ശരീരം കീറാൻ അവസരം കിട്ടിയത്. അതാ വണ്ടി എത്തിക്കഴിഞ്ഞു. ഡോക്ടർ, നിങ്ങൾക്കിതാ സുന്ദരിയായ ഒരു യുവതി. ജോസഫ്, നിനക്ക് പരീക്ഷണം നടത്തുവാൻ ഇതാ കുറെ കുട്ടികൾ. കുട്ടികളെ തൽക്കാലം ക്യാമ്പിലേക്ക് മാറ്റ്. തൽക്കാലം ഞാൻ ഈ സുന്ദരിയെ ഒന്ന് പഠിക്കട്ടെ. എന്താ നിന്റെ പേര്? പേര് പറയടി. ജൂലി. ഉറച്ചു പറയടി. ജൂലി. ഡോക്ടർ ജോസഫ്, ആദ്യം നമുക്ക് ഈ കണ്ണുകളെ കുറിച്ച് പഠിക്കാം. കുഴിഞ്ഞ കണ്ണുകൾ സുന്ദരമാക്കാൻ ഏതെങ്കിലും ആസിഡിന് കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. കണ്ണിലെ പരീക്ഷണം എന്നൊക്കെ വെച്ചാൽ വളരെ ചെറിയ പരീക്ഷണമാവച്ചേ. ദേ നോക്ക്, കുനിച്ചു നിർത്തിയിരിക്കുന്ന ജൂതന്മാരുടെ ശരീരത്തിൽ പച്ച കുത്തി രസിക്കുന്ന പട്ടാളക്കാരെ കാണ്. അങ്ങോട്ട് വിടട്ടെ നിന്നെ. ദേ അങ്ങോട്ട് നോക്ക്, പട്ടാളക്കാരുടെ അടികൊണ്ട് സ്വന്തം ശവക്കുഴി തോണ്ടുന്നവരെ കാണ്. അങ്ങോട്ട് വിടണോടി നിന്നെ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അവളെ ലാബിലേക്ക് മാറ്റൂ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. വാടി ഇവിടെ. എന്നെ ഒന്നും ഇവിടെ വാടി. നടക്കടി അങ്ങോട്ട്. അയ്യോ, വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. അടങ്ങി കിടക്കടി ഇവിടെ. അയ്യോ, അടങ്ങി കിടക്കാൻ. എന്നെ ഒന്നും ചെയ്യല്ലേ. വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. കൈ പിടിക്കേ, ബലമായിട്ട് പിടിക്കേ. അയ്യോ, പിടി. വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. അവളുടെ കണ്ണിലേക്ക് ഒഴി. അയ്യോ, ഒഴിക്ക്. എന്നെ ഒന്നും ചെയ്യല്ലേ. മിണ്ടരുത്.
കാണുന്നില്ല. ആരും ഇങ്ങോട്ട് വരല്ലേ, ആരും ഇങ്ങോട്ട് വരല്ലേ. അയ്യോ, എനിക്കൊന്നും കാണുന്നില്ല. ആരും ഇങ്ങോട്ട് വരല്ലേ, ആരും ഇങ്ങോട്ട് വരല്ലേ. അപ്പോൾ അമോണിയ ഒഴിച്ചാലും കാഴ്ച ശക്തി നഷ്ടപ്പെടും. ഓഫ് കോഴ്സ്. എഴുതി വെച്ചോളൂ, അമോണിയ കണ്ണിലൊഴിച്ചാൽ കാഴ്ചശക്തി നഷ്ടമാകുമെന്ന്. നാളെ ശാസ്ത്രലോകത്തിന് ഈ പഠനം ആവശ്യമായി വന്നേക്കാം. യെസ് സാർ, ഞാൻ എഴുതി കഴിഞ്ഞു സാർ. വെരി ഗുഡ്. ഞാൻ ഇന്നലെ വലിയൊരു തമാശ കാണിച്ചു. ചിരിച്ച് ചിരിച്ച് എനിക്ക് പറയാൻ വയ്യ. എന്താണെന്ന് പറയടാ, ഞാനും കൂടെ ഒന്ന് ചിരിക്കട്ടെ. അതെ, ആസിഡ് ഒഴിച്ച് കണ്ണുപോയൊരു പെണ്ണുണ്ടല്ലോ, അതിങ്ങനെ തപ്പിത്തടഞ്ഞ് ലേഡീസ് ബ്ലോക്കിന്റെ അടുത്തൂടെ നടക്കുവായിരുന്നു. എന്നിട്ട് ഞാനൊരു സൂത്രമൊപ്പിച്ചു. പിറകിൽ കൂടി ചെന്ന് ആരും കാണാതെ അവളുടെ ഗൗണിൽ തീ കൊടുത്തു. അയ്യോ, എന്നിട്ട് അവൾ ഓടടാ ഓട്ടം, മറിഞ്ഞടിച്ചു വീണു. അപ്പോഴത്തേക്ക് തീ ആളി കത്തി. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എല്ലാ ദിവസവും ഞങ്ങൾ ഭയന്നാണ് ജീവിക്കുന്നത്. എൻ്റെ കൂടെ വന്ന പലരെയും ഇപ്പോൾ കാണുന്നില്ല. 2 ദിവസം മുമ്പ് സൂസനെ കണ്ടിരുന്നു. പാവം, അവൾ ഭയങ്കര വിഷമത്തിലാ. അവളുടെ സഹോദരന് സുഖമില്ലത്രേ. പപ്പയും അമ്മയും ഒക്കെ എവിടെയാണോ എന്തോ. അവരെങ്കിലും ആ കാർ പോർച്ചിൽ എത്തിയാൽ മതിയായിരുന്നു. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഒരു പട്ടാളക്കാരൻ അങ്കിൾ പറഞ്ഞു ഇന്ന് ഞങ്ങളെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണെന്ന്. 2 ആഴ്ചയായി മമ്മ കുളിച്ചിട്ട് ശരീരത്തിൽ നിന്നൊക്കെ ദുർഗന്ധം വരികയാ. ജൂതന്മാരോടൊക്കെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ ഹിറ്റ്ലറോട് ചെയ്തത്? എത്ര രസമായിരുന്നെന്നോ ഞങ്ങളുടെ ജീവിതം. ഷെടാ, നീ ഇതെവിടെയാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നുണ്ടോ? ആ റേഡിയോയുടെ ശബ്ദം വെച്ചിട്ട് കുറച്ച് വെക്കടി പെണ്ണെ. ദേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഡാൻസ് കളിക്കരുതെന്ന്. പപ്പ പറഞ്ഞിട്ടില്ലേ എന്ത് ചെയ്യുമ്പോഴും എൻജോയ് ചെയ്ത് വേണം ചെയ്യാനെന്ന്? ഐ ആം എൻജോയിങ് മമ്മ. ഹായ് സൂസൻ. ഹായ് ആൻ. അടുത്ത ഞായറാഴ്ച പള്ളി കഴിയുമ്പോൾ നീ എൻ്റെ വീട്ടിൽ വരണം. എന്താ? ഒരു വിരുന്നുണ്ട്. വിരുന്നോ? എന്താ വിശേഷം? എൻ്റെ ബർത്ത്ഡേ പാർട്ടി. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു സ്നേഹവിരുന്ന്. ബർത്ത്ഡേ പാർട്ടി എന്തിനാണെന്നൊക്കെ എനിക്കറിയാം.
പപ്പയ്ക്കും മമ്മിക്കും ആ തടിയൻ ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്താനല്ലേ നിന്റെ ഈ കള്ളവിരുന്ന് കൊച്ചു കള്ളി. അവൻ ആളൊരു ഹാൻസം അല്ലേടി. പക്ഷേ ബർത്ത്ഡേ പാർട്ടിക്കെങ്കിലും നിന്റെ ഈ ഡാർക്ക് കളർ ഫ്രോക്ക് മാറ്റണം. പപ്പ എനിക്കൊരു വൈറ്റ് കളർ ഫ്രോക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഹായ്, വൈറ്റ് കളർ ഫ്രോക്കിൽ നിന്നെ കാണാൻ നല്ല സുന്ദരിയായിരിക്കും. സൂസൻ, ശരിക്കും എൻ്റെ ബർത്ത്ഡേ 2 മാസം കഴിഞ്ഞാണ്. ഇനിയും നമുക്ക് ഒത്തുചേരാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്തു പറ്റി? അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? എന്താ? ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലെത്തിയിരിക്കുന്നു. ജൂത തെരുവുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ കയറി പട്ടാളക്കാർ തേർവാഴ്ച നടത്തുകയാണ്. അയ്യോ, ഞങ്ങൾ അടുത്ത ആഴ്ച പപ്പയുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവുകയാ. അങ്ങ് ദൂരെ, അവിടെ ഒരു കാർപോച്ചിൽ ഒളിച്ചു താമസിക്കാൻ. അയ്യോ, നാസിപ്പട്ടാളം. I say catch them! Come on, boys! Come on! Catch! ഹായ് സൂസൻ. കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോ കൈകൾ കെട്ടുന്ന എന്തിനാ? അറിയില്ല. ഇത് കോൺസെൻട്രേഷൻ ക്യാമ്പല്ലേ. ഇവിടെ ഇങ്ങനെയൊക്കെയാ. നമ്മൾ കശാപ്പിന് കൊണ്ടുപോകുന്ന മൃഗങ്ങളെ പോലെയാ. കെട്ടിയിട്ട് കുളിപ്പിക്കാം, തല്ലാം, കൊല്ലാം. അയ്യോ, അവർ നമ്മളെ കൊല്ലുമോ? അറിയില്ല. Hey, Tanya! Come on! നിർദാക്ഷിണ്യം പട്ടാളക്കാർ അവരെ കൊന്നു. ഗർഭിണികൾ, കുട്ടികൾ, അവർ ആരെയും വെറുതെ വിട്ടില്ല. ഒരു അനസ്തേഷ്യ പോലും നൽകാതെ നിസ്സാര പരീക്ഷണങ്ങൾക്ക് വേണ്ടി കുട്ടികളെ അവർ കീറി മുറിച്ചു. ഡോക്ടർ അങ്കിൾ! ഡോക്ടർ അങ്കിൾ! അയ്യോ! അയ്യോ! എനിക്ക് ഭയങ്കര വയറുവേദന. എവിടെയാ നിനക്ക് വേദന? ഇവിടെയാണോ അതോ ഇവിടെയോ? അയ്യോ, എനിക്ക് വയറുവേദനയില്ലേ? അയ്യോ, എനിക്ക് വയറുവേദനയില്ലേ? അയ്യോ, എന്നെ വെറുതെ വിടൂ. എന്നെ വെറുതെ വിടൂ. അയ്യോ, എന്നെ വെറുതെ വിടൂ. പേടിച്ചു പോയോ? സാരമില്ല. നീ ഗാലനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പണ്ട് ശവശരീരം പോലും കീറിമുറിച്ച് നോക്കുന്നത് പാപമായിരുന്നു. ശരീരം കീറിമുറിക്കാതെ ശരീരത്തിനുള്ളിലുള്ള വസ്തുക്കളെക്കുറിച്ച് എങ്ങനെ പഠിക്കും? അയ്യോ, എനിക്ക് വയറുവേദനയില്ലേ? അയ്യോ, എനിക്ക് വയറുവേദനയില്ലേ? ഗുസ്തി മത്സരത്തിൽ തോറ്റുപോയ ആളുകളെ പരിചരിച്ച് മനുഷ്യ ശരീരം പഠിച്ച ഗാലൻ അനാട്ടമിയുടെ പിതാവത്രേ. സെമിത്തേരിയിൽ കിടന്ന് മൃതദേഹങ്ങൾ മോഷ്ടിച്ച് പഠിച്ച ആൻഡ്രേ വെസലിയസ് ആധുനിക അനാട്ടമിയുടെ പിതാവ്. പക്ഷേ ഇനി മുതൽ ഇവിടെ ജോസഫ് മെങ്കലയുടെ പേരുണ്ടാവണം. കാരണം ഇത്രയധികം മനുഷ്യ ശരീരം കീറിമുറിച്ച് പഠിച്ച വ്യക്തി ലോകത്തിലെങ്ങുമുണ്ടാകില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇവിടെ ആർക്ക് ജീവൻ കൊടുക്കണം, ആരുടെ ജീവൻ എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ഐ ആം ദ ഗോഡ്, ഐ ആം ദ പവർ. യെസ്, ഐ ആം. ഡോക്ടർ, നിങ്ങൾ എന്നോട് കഴിഞ്ഞ ആഴ്ച ചോദിച്ചില്ലേ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കിഡ്നിയുടെ ഭാരം തുല്യമാണോ എന്ന്? കം, ലെറ്റ് us check. അയ്യോ, എന്നെ വെറുതെ വിടൂ. എന്നെ വെറുതെ
ഇപ്പോൾ മനസ്സിലായില്ലേ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കിഡ്നിയുടെ ഭാരം തുല്യമാണെന്ന്? റിച്ചാർഡോ, ഡയറിയിൽ എഴുതി വയ്ക്കേ. യുദ്ധം കഴിയുമ്പോൾ ഈ അറിവുകളൊക്കെ ലോകത്തിന് നൽകാനുള്ളതാണ്. അതിനു മുമ്പ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള സർവ്വവിജ്ഞാനകോശം തന്നെ ഞാൻ തയ്യാറാക്കും. World News Today, brought to you by Admiral Corporation. അമേരിക്കൻ സൈന്യം ഓസ്വിച്ച് വളർന്നിരിക്കുന്നു. രക്ഷപ്പെടാൻ എന്താ വഴിയെന്ന് ആലോചിക്കൂ. റിച്ചാർഡോ, ഈ കോട്ടിടൂ, ആ ഗൺ തരൂ. ജോസഫ്, നീ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ജോസഫ് മെങ്കലേക്ക് പുറത്തു കടക്കണം. അറിവുകൾ ലോകത്തിന് നൽകി ചരിത്രത്തിൽ സ്ഥാനം പിടിക്കണം. എനിക്ക് പുറത്തു കടക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ജോസഫ് മെങ്കലെ ഇതാ വെടിയേറ്റ് മരിക്കുന്നു. നോ നോ നോ. ഐ ആം സോറി റിച്ചാർഡോ. ഡോക്ടർ, രക്ഷപ്പെടാൻ നോക്ക്. ലെറ്റ് us move. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. എല്ലാ ദിവസവും ഞങ്ങൾ കണി കാണുന്നത് ക്രൂരമായ പീഡനങ്ങളാണ്. എപ്പോഴും കേൾക്കുന്നത് കുട്ടികളുടെ കരച്ചിലുകളും രാക്ഷസന്മാരെ പോലെയുള്ള പട്ടാളക്കാരുടെ അട്ടഹാസങ്ങളും. എന്നാണ് ദൈവമേ നീ വരുന്നത്, ഡോക്ടർ ജോസഫ് മെങ്കലയുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ? ആരാണ് ഡോക്ടർ ജോസഫ് മെങ്കലെ? ആരാണ് ഡോക്ടർ കാൽ കാലുബർഗ്? ജോസഫ് മെങ്കലെ ഇതാ സ്വയം വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. Save me, please. കാൾ കാലുബർഗിനൊപ്പം നിരവധി പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് നടന്ന ന്യൂറംബർഗ് വിചാരണയിൽ നിരവധി കുറ്റവാളികൾ തൂക്കിലേറ്റപ്പെട്ടു. പക്ഷേ കാൾ കാലുബർഗ് അതിനു മുമ്പ് മരിച്ചു. മെങ്കലെ കൊല്ലപ്പെട്ടു എന്നായിരുന്നു സേനയുടെ നിഗമനം. അതിവിദഗ്ധമായി എല്ലാവരെയും കബളിപ്പിച്ച് ഓസ്വിച്ചിൽ നിന്നും രക്ഷപ്പെട്ട ജോസഫ് എങ്ങനെയോ അർജന്റീനയിലെത്തി. അയാൾ അവിടെയുണ്ടെന്ന വിവരം പട്ടാളക്കാർ അറിഞ്ഞ നിമിഷം പരാഗ്വേയിലേക്കും പിന്നീട് ബ്രസീലിലേക്കും കടന്നു കളഞ്ഞു. 34 വർഷങ്ങൾ സ്വന്തം ഐഡന്റിറ്റി പോലും പുറത്തു പറയാനാകാതെ ലോകത്തെ മുഴുവൻ ഭയന്ന് വാസസ്ഥലം മാറിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ 1979 ജോസഫ് താമസിച്ചിരുന്ന പ്രദേശം മുഴുവൻ ഇസ്രായേലി രഹസ്യ പട്ടാളക്കാർ വളഞ്ഞു. ഓരോ പട്ടാളക്കാരന്റെയും മനസ്സിൽ അവന്റെ രക്തം ഊറ്റി കുടിക്കുവാനുള്ള തൃഷ്ണയുണ്ടായിരുന്നു. ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ അവസാനം ഓടിയെത്തിയത് കടൽക്കരയിലേക്ക്.
ആ കുറ്റിക്കാടിനടുത്തുണ്ടോ നോക്കവരെ. ആ പാറക്കെട്ടുകൾക്കകത്തുണ്ടോ നോക്ക്. ആ പാറക്കെട്ടുകൾക്കിടയിലുണ്ടോ നോക്ക്. Surrender, Joseph! Surrender! Check all the buildings. ദൈവമേ, ദൈവമേ, എന്നെ രക്ഷിക്കൂ. ആ പട്ടാളക്കാരുടെ കയ്യിൽ കിട്ടിയാൽ അവർ എന്നെ കൊത്തി നുറുക്കും. പണ്ടു നീ കുട്ടികളെ ചെയ്ത പോലെ അല്ലേ ജോസഫ്? ആരാ നിങ്ങൾ? ദൈവമേ, ദൈവമേ, നീ എനിക്ക് മാപ്പ് തരില്ലേ? എനിക്ക് മാപ്പ് തരില്ലേ ദൈവമേ? ഓർക്കുന്നുണ്ടോ നീ തന്നെയാണ് എല്ലാമെന്ന് പറഞ്ഞ് അഹങ്കരിച്ചത്? ഓർക്കുന്നുണ്ടോ? നിങ്ങളിവിടെ ദൈവമേ, എനിക്കിനിയും പഠിക്കണം. ജനിതക വൈകല്യങ്ങളെ കുറിച്ച് എനിക്ക് പഠിക്കണം. പട്ടാളക്കാരുടെ കയ്യിൽ എന്നെ എത്തിക്കല്ലേ എന്റെ ദൈവമേ. ഒരുപാട് കുട്ടികളുടെ മരണത്തിന്റെ ഗന്ധമുള്ള നിന്റെ മരണം പട്ടാളക്കാരുടെ കൈകൾ കൊണ്ടല്ല ജോസഫ്. നിങ്ങളിവിടെ ചെകുത്താനെ, നിങ്ങളാ ഞാൻ. ദൈവമേ, നായ്ക്കൽ അവന്റെ കുടൽമാല കടിച്ചു പറിക്കട്ടെ. കഴുകന്മാർ അവന്റെ കണ്ണുകൾ കൊത്തിയെടുക്കട്ടെ. നായ്ക്കൾ അവന്റെ കുടൽമാല കടിച്ചു പറിക്കട്ടെ. കഴുകന്മാർ അവന്റെ കണ്ണുകൾ കൊത്തിയെടുക്കട്ടെ. സത്യമാണ് പ്രകൃതി, നീതിയാണ് പ്രകൃതി. പക്ഷികളാലും മൃഗങ്ങളാലും കൊത്തിക്കീറി ഒടുവിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം വികൃതമായി അയാളുടെ ശരീരഭാഗങ്ങൾ കണ്ടുകിട്ടി. ഇന്ന് വരെ ജീവിച്ചിരുന്നവരിൽ 10 ക്രൂരന്മാരുടെ പട്ടികയെടുത്താൽ ഹിറ്റ്ലർക്കും ഈദി അമീനും മുസോളിനിക്കുമൊപ്പം ജോസഫ് മെങ്കലെ എന്ന ശാസ്ത്രജ്ഞന്റെ പേരുമുണ്ടാകും. ഇത്തരം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ജർമ്മനിയിൽ മാത്രമല്ല ഇറ്റലിയിലും ജപ്പാനിലുമൊക്കെ ഉണ്ടായിരുന്നു. നിസ്സഹായതയോടെ കൈയുയർത്തി കരയുന്ന അമ്മമാർ, കുട്ടികൾ, അവരുടെയൊക്കെ രോദനം ഇപ്പോഴും ഈ അന്തരീക്ഷത്തിലുണ്ട്. കുട്ടികളെ, കഥ അവസാനിക്കുന്നില്ല, അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചില മരുന്ന് കമ്പനികൾ ഇന്നും നമ്മളറിയാതെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് തീവ്രവാദികളുടെ കയ്യിൽ. അവരുടെ മനസ്സിൽ നാശം മാത്രം. ഇതൊന്നും ശ്രദ്ധിക്കാതെ എവിടെയൊക്കെയോ മാഡം ക്യൂറിമാർ പഠിക്കുന്നു. ഇനിയും ഒരുപാട് കണ്ടെത്താനുണ്ട് എന്ന തിരിച്ചറിവോടെ, നന്മ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ. ഇനി നിങ്ങൾക്ക് പറയാം, ശാസ്ത്രം നന്മയോ തിന്മയോ? കേൾക്കണം എനിക്ക് നിങ്ങളുടെ മറുപടി. പറയൂ പറയൂ. സോറി മാഡം, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. ചിലർ ശാസ്ത്രത്തെ കച്ചവടമാക്കും, മറ്റു ചിലർ പഠിക്കും, കുറെ പേർ നാശത്തിനും തിന്മയ്ക്കും ഉപയോഗിക്കും. മാപ്പ്. ഇവിടെ കുറ്റം ശാസ്ത്രത്തിൻ്റെതല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.
ശാസ്ത്രമെന്നാൽ അറിവ് മാത്രം, എല്ലാത്തിനെയും കുറിച്ചുള്ള പഠനം. മാഡം, ഈ മ്യൂസിയം വിട്ടുപോകുമ്പോൾ എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കാലത്തിന് പോലും മായ്ക്കാൻ കഴിയാത്തൊരു ചിത്രമുണ്ടാകും. മേരി ക്യൂറി, ലോകത്തിന്റെ സ്വന്തം മാഡം ക്യൂറി. ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും വേണ്ടി പഠിക്കുന്നതാണ് ശാസ്ത്രം. നന്മ നിറഞ്ഞവരുടെ മാത്രം കൈകളിൽ ഭദ്രമായിരിക്കട്ടെ അതെന്നുമെന്നും.